നമസ്തേ, രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. ഭഗവാന്റെ ആ തിരുമുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്ര ഐതിഹ്യം കാശ്യപ മഹർഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഐതിഹ്യ കഥയിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ആ നാമം ഉത്ഭവിച്ചിരിക്കുന്നത്. നമുക്കിന്ന് ഇവിടെ പരിലസിക്കുന്ന കൈലാസനാഥന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ക്ഷേത്രവിശേഷങ്ങളിലൂടെ ഇന്ന് സഞ്ചരിക്കാം. കോഴിക്കോട് ജില്ലയിൽ ചേമഞ്ചേരി പഞ്ചായത്തിൽ കാഞ്ഞിരശ്ശേരി മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അകലെയായി കോഴിക്കോട് കണ്ണൂർ ദേശീയ പാതയിലുള്ള പൂക്കാട് നിന്നും ഏകദേശം 1 കിലോമീറ്റർ കിഴക്കുമാറി ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പൗരാണികതയുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. സാമൂതിരി രാജ ട്രസ്റ്റിയായ ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ കീഴിലാണ് നിലകൊള്ളുന്നത്. പ്രഥമ കാഴ്ചയിൽ തന്നെ പൗരാണികതയുടെ പ്രൗഢിയും ശിവചൈതന്യത്തിൻ്റെ മഹത്വവും പ്രവഹിപ്പിക്കുന്ന ഈ മഹാദേവ ക്ഷേത്രം ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ സൂചനകളും പങ്കുവെക്കുന്നുമുണ്ട്. ക്ഷേത്രത്തിന് നേരെ മുമ്പിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രക്കുളത്തിൻ്റെ ആ ദൃശ്യം അതീവ ദിവ്യമായ ഒരു കാഴ്ച തന്നെയാണ്. സുദർശന മഹാമേരുവിൻ്റെ ആകൃതിയിലുള്ള ഈ തീർത്ഥക്കുളത്തിന് ക്ഷേത്രത്തോളം പൗരാണികതയുണ്ടെന്ന് പറയപ്പെടുന്നു. പടിഞ്ഞാറ്റ് ദർശനമായി പരിലസിക്കുന്ന കൈലാസനാഥന് അതീവ രൗദ്രഭാവമാണ് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. ഭഗവാന്റെ തൃക്കണ്ണുകളിൽ നിന്നും പ്രവഹിപ്പിക്കുന്ന അഗ്നിജ്വാലകൾക്ക് ശമനമുണ്ടാക്കുവാനാണ് തിരുമുമ്പിൽ തന്നെ കുളം സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഉത്സവ സമയത്ത് ഭഗവാന്റെ കുളിച്ചാറാട്ട് നടക്കുന്ന സമയത്ത് ഈ പുണ്യം നിറഞ്ഞ തീർത്ഥക്കുളത്തിൽ ആകാശഗംഗയുടെ സാന്നിധ്യമുണ്ടാകും എന്നൊക്കെ വിശ്വാസങ്ങളുമുണ്ട്. തീർച്ചയായും കൈലാസനാഥന്റെ തിരുമുമ്പിൽ നിലകൊള്ളുന്ന ഈ പുണ്യജലസ്രോതസ് ഈ പുണ്യഭൂമിയുടെ ചൈതന്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളെ പ്രകീർത്തിക്കുന്ന ശിവാലയ നാമസ്തോത്രത്തിൽ 37ാമതായി എടക്കുളം എന്ന പദത്താലാണ് ഈ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദേവന്മാരുടെയും അസുരന്മാരുടെയും സർപ്പങ്ങളുടെയും ഒക്കെ പിതാവായ സപ്തർഷികളിൽ ഒരാളായ കശ്യപ മഹർഷിയുമായി ക്ഷേത്ര ഐതിഹ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. കാശി, കാഞ്ചീപുരം, കാഞ്ഞിരങ്ങാട്, കാഞ്ഞിരശ്ശേരി എന്നീ 4 ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠ വാമനമൂർത്തിയുടെ പിതാവായ കാശ്യപ മഹർഷി നടത്തിയത് ഒരു ദിവസമാണത്രേ. മറ്റ് 3 ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠകൾ നിർവഹിച്ച ശേഷം ഏറ്റവും അവസാനമാണ് മാരീചി പുത്രനായ കശ്യപ മഹർഷി ഇവിടെ എത്തുന്നത്. അപ്പോൾ മുഹൂർത്ത സമയം കഴിഞ്ഞുപോയോ എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നിയെന്നും ആ സമയത്ത് കഴിഞ്ഞില്ല, പ്രതിഷ്ഠിച്ചോളൂ എന്നൊരശരീരി ഇവിടെ മുഴങ്ങുകയും ചെയ്തുത്രേ. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് മഹർഷി ഭഗവത് പ്രതിഷ്ഠ നടത്തി. കഴിഞ്ഞില്ല, ശരി എന്നീ 2 വാക്കുകൾ ചേർന്നാണ് കഴിഞ്ഞില്ല ശരി എന്നൊരു നാമം ഈ സ്ഥലത്തിന് വന്നു ചേരുന്നത് എന്നും അത് പിന്നീട് കാലക്രമേണ കാഞ്ഞിരശ്ശേരിയായി മാറുകയാണ് ഉണ്ടായത് എന്നും സ്ഥലമാഹാത്മ്യം പറയുന്നു. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രവുമായി സാമ്യതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ പുരാതന ക്ഷേത്രത്തിൽ ദാക്ഷായണി വല്ലഭനായ മഹാമൃത്യുഞ്ജയനായ അഷ്ടമൂർത്തിയായ കാലാന്തകനായ കാമാന്തകനായ കൈലാസനാഥൻ പരിലസിക്കുന്നു. ദക്ഷയാഗത്തിൻ്റെ വേളയിൽ സതീദേവിയുടെ ദേഹത്യാഗമറിഞ്ഞ സമയത്ത് ഭഗവാൻ സ്വീകരിച്ച മഹാരുദ്രൻ്റെ ഭാവമാണ് കാഞ്ഞിരശ്ശേരി വാഴും തേവർക്ക് എന്നൊക്കെ വാമൊഴികളുണ്ട്. ക്ഷേത്രത്തിനു മുമ്പിലായി വലിയ ആൽവൃക്ഷവും ആൽത്തറയും കൽവിളക്കുമുണ്ട്. ഉത്സവ സമയത്ത് പ്രശസ്തമായ ആലിൻ കീഴിൽ മേളം നടക്കുന്നത് ഇവിടെയാണ്. മനോഹരമായ ക്ഷേത്ര കവാടം കടന്ന് കുളത്തിനരികിലൂടെ നടന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വാഗതമരുളുന്നത് കൊടിമരവും ദീപസ്തംഭവും ബലിക്കൽപുരയും അതിബൃഹത്തായ
ശില്പകലാ നൈപുണ്യം നിറഞ്ഞ ബലിക്കല്ലുമാണ്. പുറത്തും ഒരു നന്ദികേശ്വരനുണ്ട്. വാതിൽ മാടത്തിലൂടെ നടന്ന് വിശാലമായ നാലമ്പലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവനായും കാണുന്നത് പൗരാണികതയുടെ പ്രൗഢി നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ്. പടിഞ്ഞാറ്റ് ദർശനമായ ഇരുനില ചതുര ശ്രീകോവിൽ അതിബൃഹത്താണ്. ആ ശ്രീകോവിലിൽ ഗർഭഗൃഹത്തിൽ വലിയ ശിവലിംഗത്തിൽ അതീവ ചൈതന്യ സ്വരൂപിയായി പ്രപഞ്ചപിതാവ് പരിലസിക്കുന്നു. ഈ ശിവലിംഗത്തിൻ്റെ അടിഭാഗം വെള്ളത്തിലാണ് നിലകൊള്ളുന്നത് എന്നും ഏകദേശം ഒരാൾ പൊക്കം ഉയരം ഇതിനുണ്ടെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. നമസ്കാര മണ്ഡപം വിശാലമാണ്. അവിടെയും നന്ദികേശ്വര ബിംബമുണ്ട്. കിഴക്ക് ദർശനമായി ശ്രീ പാർവതീദേവി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട്. വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശിലാപ്രതിഷ്ഠയാണ്. ദേവിയുടെ ശ്രീകോവിൽ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് സ്വതന്ത്രമായി നിലകൊള്ളുന്നുണ്ട്. ഗണപതി, അയ്യപ്പൻ, പരദേവത എന്നീ പ്രതിഷ്ഠകളും നാലമ്പലത്തിലുണ്ട്. വേട്ടയ്ക്കരനാണ് പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞു കേട്ടു. പണ്ട് നടവഴിയിൽ സാന്നിധ്യം ചെയ്ത പരദേവത മഹാദേവനുള്ള വഴിപാടുകൾ അവിടെ വെച്ച് തന്നെ സ്വയം സ്വീകരിച്ചതിനാൽ ഭഗവാന് വഴിപാടുകൾ കിട്ടാതെയായി. ഇത് തുടർന്നപ്പോൾ മഹാദേവൻ പരദേവതയുടെ കുന്നിക്ക് അഥവാ ചെവിക്ക് പിടിച്ച് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ സ്ഥാനം ഇന്നും കുന്നിമഠം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇപ്പോഴും ഒരു പരദേവതാ ക്ഷേത്രം ഉണ്ടത്രേ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തിയുടെ സാന്നിധ്യവും ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. ആ ചൈതന്യത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തുത്രേ. എന്നാൽ ആവാഹന സമയത്ത് ഭഗവാന്റെ ഗോപാലരൂപമാണ് നരസിംഹമൂർത്തിക്ക് പകരമായി ആവാഹിക്കപ്പെട്ടത്. അങ്ങനെയാണ് വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിലശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെ നരസിംഹ ചൈതന്യം ഇപ്പോഴും ഉള്ളതിനാൽ ഭഗവാന് വഴിപാടുകളും പതിവുണ്ട്. വലിയമ്പലത്തിനോട് ചേർന്ന് ഒരിടത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. അവിടെ പ്രതിഷ്ഠയൊന്നും കണ്ടതുമില്ല. അവിടെയാണ് വൈഷ്ണവ പൂജ ദിവസത്തിൽ ഒരിക്കൽ നടക്കാറുള്ളത് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു. മതിൽക്ക് പുറത്ത് കുളത്തിൻ്റെ ഇടതുവശത്ത് വൃക്ഷച്ചുവട്ടിൽ ഇവിടെ പ്രത്യക്ഷ നാഗാരാധന നടക്കുന്നു. അതിനാൽ സർപ്പക്കാവ് ഇവിടെയില്ല. അവിടെ കാലങ്ങളായി നാഗങ്ങൾ വസിക്കുന്നുണ്ടത്രേ. അവിടെ കോഴിമുട്ട സമർപ്പണവും ഭക്തന്മാർ നടത്തുന്നുണ്ട്. ഭക്തന്മാർ സമർപ്പിക്കുന്ന കോഴിമുട്ടകൾ നാഗങ്ങൾ സ്വീകരിക്കുവാറുണ്ട്. സർപ്പദോഷങ്ങൾ നീങ്ങുവാൻ നല്ലതാണ് ഈ വഴിപാട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ടിപ്പുവും സൈന്യവും ഇവിടെ ആക്രമിക്കുവാൻ എത്തിയപ്പോൾ ദേവരുടെ ആ ശക്തിവിശേഷത്തിനു മുമ്പിൽ സമസ്താപരാധം ഏറ്റുപറഞ്ഞ് തിരിച്ചുപോയി എന്നും കഥകളുണ്ട്. അതിനാൽ തന്നെ ചുറ്റുപാടുമുള്ള പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടും ഈ മഹാദേവ ക്ഷേത്രത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല എന്ന് പറയപ്പെടുന്നു. ആദ്യം കുറേ മനകൾ ഊരാളസ്ഥാനത്തുണ്ടായിരുന്നു. പിന്നീട് ക്ഷേത്രം സാമൂതിരിയുടേതായി തീർന്നു. തന്ത്രം മേൽപ്പള്ളി മനയ്ക്കാണ്. ശിവരാത്രിയാണ് പ്രധാന ആണ്ടുവിശേഷം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവകാലത്ത് ഭഗവാന് ഏറെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മത്തവിലാസം കൂത്ത് അരങ്ങേറുന്ന ഒരു പുരാതന ക്ഷേത്രം കൂടിയാണിത്. കേരളത്തിലെ അപൂർവം ചില ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തിവരാറുള്ള ഈ വഴിപാടിൽ പങ്കുകൊള്ളുന്നതും ഇത് കാണുന്നതുമെല്ലാം സന്താനലബ്ധിക്കും അഭീഷ്ടസിദ്ധിക്കും അതിശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മഹത്യാപാപം തീർക്കുവാനായി മഹാദേവനെ തപസ് ചെയ്യുന്ന സത്യസോമൻ എന്ന ബ്രാഹ്മണൻ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കപാലി വേഷത്തിൽ നൃത്തം ചെയ്യുന്നു എന്നതാണ് ഈ കൂത്തിൻ്റെ ഇതിവൃത്തം. ഈ കപാലിയുടെ ആ നൃത്തം കണ്ട് ഭക്തജനങ്ങൾ അനുഗ്രഹങ്ങൾ നേടുക എന്നതാണ് സങ്കല്പം. പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവിക്രമവർമ്മനാണ് മത്തവിലാസം പ്രഹസനത്തിൻ്റെ രചയിതാവ്. പണ്ട് ഈ പുരാതന ക്ഷേത്രത്തിൽ ഒരു കൂത്തമ്പലം ഉണ്ടായിരുന്നുവത്രേ. ശിവരാത്രിയുടെ തലേന്ന് നടക്കുന്ന പ്രധാന ചടങ്ങുകളാണ് മലക്കെഴുന്നള്ളിപ്പും പിന്നെ തിരിച്ചുള്ള മടക്കെഴുന്നള്ളിപ്പും. 2 കിലോമീറ്റർ അകലെയുള്ള കുമ്മംകോട് മലയിലേക്ക് ഭഗവാൻ
നായാട്ടിനിറങ്ങുകയാണെന്നും അവിടെയാണ് ഭഗവാൻ ആദ്യം സാന്നിധ്യം ചെയ്തത് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. അവിടെ വിശേഷാൽ പൂജയും അവകാശികളുടെ അനുഷ്ഠാനങ്ങളുമൊക്കെ ആ സമയത്ത് നടക്കുന്നു. ശിവരാത്രി നാളിൽ ഇവിടെ ഭക്തന്മാർ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശയനപ്രദക്ഷിണം. ശിവനാമങ്ങൾ ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഈറനായി കണ്ണുകെട്ടി നടത്തുന്ന ഈ ഭക്തി നിർഭരമായ വഴിപാട് ഈശ്വരന് മുമ്പിലുള്ള ആത്മസമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്സവത്തിന് കൊടികയറിയാൽ 6-ാം നാൾ ശിവരാത്രി, 7-ാം നാൾ പള്ളിവേട്ട, പിന്നെ 8-ാം നാൾ നടക്കുന്ന കുളിച്ചാറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. അനേകം ആചാരാനുഷ്ഠാനങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഇരട്ടത്തായമ്പക, കാഴ്ചശീവേലി, സഹസ്രകുംഭാഭിഷേകം, മുറജപം എന്നിങ്ങനെ ശിവരാത്രി ഈ ദേശത്തിൻ്റെ മഹോത്സവമായി അനേകം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ആഘോഷിക്കപ്പെടുന്നു. നവരാത്രി, തിരുവാതിര എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട്. പ്രദോഷം അതിവിശേഷമാണ്. ചതുശതം മത്തവിലാസം കൂത്ത്, 1000 കുടം ധാര, പരദേവതയ്ക്ക് ഒറ്റ, ശ്രീരുദ്രം ധാര, നരച്ചോറ്, എട്ടരി ഒരു നാഴി എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഭഗവാന്റെ ദൃഷ്ടി പതിയുന്ന തീർത്ഥക്കുളത്തിൻ്റെ അടിയിൽ ഭൂഗർഭ കിണറുകൾ ഉണ്ടെന്നും ഈ തീർത്ഥക്കുളത്തിൻ്റെ വക്കുകളും കോണുകളും എത്രയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ലെന്നും പറയപ്പെടുന്നു. തീർച്ചയായും ഈ മഹാദേവ ക്ഷേത്രം വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരു ദിവ്യാനുഭവം തന്നെയാണ് പങ്കുവച്ചത്. പ്രഭാത ഭക്ഷണം നൽകിയാണ് ഭഗവാൻ ഞങ്ങളെ യാത്രയാക്കിയത്. പ്രൗഢഗംഭീരമായ ഈ പുരാതന ക്ഷേത്രവും വിസ്മയമായ തീർത്ഥക്കുളവും നന്മ നിറഞ്ഞ ഈ ഗ്രാമവും തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ അക്ഷരവും നാഗാലങ്കാരങ്ങളാൽ പ്രകാശിക്കുന്ന ശിവശങ്കരൻ്റെ ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. കാഞ്ഞിലശ്ശേരി വാഴും കൈലാസനാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഹേ പാർവതി ഹൃദയ വല്ലഭ ചന്ദ്രമൗലി ഭൂധാദിവ പ്രമഥനാഥ ഗിരീശജാബ, ഹേ വാമദേവ ഭവരുദ്ര വിനാഗവാണി, സംസാര ദുഃഖ ഗഹന ജഗദീശ രക്ഷ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാ